വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അയ്യപ്പൻ കോവിലാണ് ഞങ്ങൾ പോയത്. ശനിയാഴ്ച നമ്മൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തേക്ക് പോണതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയണത്. അപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. കുറച്ച് നേരം പുറത്തിരുന്നപ്പോൾ എനിക്ക് വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് ബാലയിൽ പോയി റൂമിലൊന്ന് കിടക്കാം, ഏട്ടൻ്റെയും പിള്ളേരെ കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കറിക്ക് വല്ല ഉറക്കം വരട്ടെ, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ വന്ന് കയറുമ്പോഴത്തേനും കശുക്കുട്ടനത് അറിയാൻ പറ്റും. ഞാൻ റൂമിലേക്ക് കാലെടുത്ത് വെച്ച് അപ്പം അവനെനങ്ങും. ഞാൻ എത്ര സൈലൻ്റായിട്ട് കയറിയാലും എനങ്ങും, അവനെ അറിയും. പിന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ ചില സമയത്ത് തന്നെ തള്ളി പറഞ്ഞയക്കുന്നുണ്ടോ. അപ്പം നോക്കുകയാണ് തൊട്ടിപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എണീറ്റിട്ട് പാറുട്ടനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവൻ. കിടന്നുറങ്ങില്ല, നോക്കിയിരിക്കുക. എന്താ കഴിച്ചിട്ടാ? അയ്യോടാ, നോക്കി പിന്നോ കാണിക്കാൻ നോക്കി. കവളത്തൊക്കെ ചേച്ചിക്ക് പനിക്കുന്നുണ്ടോ? പിന്നെ ചേച്ചിക്ക് ബൂബുണ്ടോ? ചേച്ചിയമ്മയ്ക്ക് ബൂബുണ്ടോ? പുതപ്പിച്ച് കൊടുക്ക, അവൾക്ക് തണുക്കണുണ്ടാവും. അമ്മയുടെ മോൻ്റെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ചു കൊടുക്കും. അമ്മയുടെ മോൻ്റെ പുതപ്പ് എവിടെ? അത് കിട്ടില്ലടി പൊന്നെ നിനക്ക്. ഇതുകൊണ്ട് പുതപ്പിച്ചു കൊടുക്ക അവൾക്ക്. ഈശ്വര, ഗുഡ് ബോയിന് കുഞ്ഞനിയനാണ് കേട്ടത്, നമ്മുടെ സുന്ദരി. ബാ ചേച്ചിക്ക് ഇടുന്നോട്ടെ. ചിരിക്കിരി. അയ്യോ അയ്യോ. ബ്രദർ. പുലരിയിലൊരു പൂന്തിങ്ക. ഹായ് പറഞ്ഞേ നമ്മുടെ ഗായ്സിനോട്. ഹായ് പറ എല്ലാവർക്കും. അച്ഛാ ഞങ്ങളിത് വീഡിയോ പറയട്ടെ. പറ ഹലോ ഗായ്സ്. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ചക്കുട് നോക്കിയിരിക്കുന്നു. അച്ഛമ്മ പാപ്പായോ? അച്ഛമ്മ പാപ്പായില്ല അച്ഛമ്മ. പുട്ട് പാപ്പം. ഞങ്ങക്ക് പുട്ട് പാപ്പായി. എന്താ പാപ്പം തിന്നണ്ടേ? കുളിച്ചിട്ട് തിന്നാ മതിയോ പാപ്പം? കാച്ചി കാച്ചിക്കുട്ടനെ ഇരുന്നോട്ടെ ഇവിടെ. കാച്ചിക്കുട്ടന് വയ്യാന്ന്. പഠിക്കിന് കുട്ടി. അല്ലുട്ടാ അമ്മയുടെ ചിങ്കാരി.
അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടോപ്പ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ പുതിയ പുതിയ ഡ്രസ്സുകൾ ഇടുന്നു എന്ന് മാത്രം. പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടോപ്പാണ് കേട്ടോ. അപ്പോൾ കീത്തു ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയണത് നമുക്കൊന്ന് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. സോറി, ഐ ഡോണ്ട്. അതെ, ടിക് ടിക് ദേ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു 100,000 ക്രാബ് ഞങ്ങൾ മേടിക്കും. ഈ ക്രാബൊക്കെ എവിടെ പോണെന്നാണ് ഫർവ പറയുന്നുണ്ടായിരുന്നു. അവളെ ഷോപ്പിലുണ്ട് ഇതിന്റെ കുറെ. ഗൈസ്, നമ്മളപ്പോ ഫിഷ് മേടിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് സമയം ഇവിടേക്ക് തരുന്നില്ല ഗൈസ്. പോസ് ചെയ്തിട്ട് ബാക്കി പറയാം. മീൻ മേടിക്കാൻ പോയിട്ട് വരാം. നമ്മളിപ്പോൾ പോണത് ഒരു പൊക്ലായിക്കാണ് പോണത്. മീൻ എന്താ പറയുക, ചാകരൊക്കെ കഴിഞ്ഞ് രാവിലെ കടപ്പുറത്തൊന്നും പോയിട്ട് എല്ലാവരും വെക്കുന്ന ഒരു തട്ട് കുറേ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ബാറുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരിക്കും എപ്പോഴും. അതെനിക്ക് ഇത്തിരി പേടിയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഏട്ടനെ ഞങ്ങളോട് പറഞ്ഞത് ഇറങ്ങണ്ട, മഴ വരും, നിങ്ങൾ എന്ത് ചെയ്യും, കോട്ടില്ലേ, കയ്യില്ലേ, ഒരു കോട്ടുള്ളൂ. അപ്പോൾ നല്ല ഹെവി റെയിൻ ആയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലനടയിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യും അറിയാതെ. പക്ഷെ ഇറങ്ങിയതല്ലേ, എന്തായാലും ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മഴ ഒന്ന് തോരുന്നവരെ ഏതെങ്കിലും കടയിൽ കയറിക്കാം. അല്ല ഇതോ ഇപ്പോഴൊന്നും തോരില്ല. തിരിക്കണം എന്നാ പിടിക്കും. തല അറിയുള്ളൂ. അമ്പലനടയിൽ ചായ കുടിക്കാൻ എനിക്ക് വേണ്ട. വെട്ടി മഴ പെയ്തു. ഞങ്ങൾ നിതീഷേട്ടനെ നിഖിലേട്ടനെ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് എന്ത് സൂപ്പർ സംഭവമാണെന്നറിയോ. ഞങ്ങൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങും. ഞങ്ങൾ 2 പേരുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾക്ക് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അവിടേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ വരും. നമ്മുടെ ചേട്ടന്മാർക്കൊന്നും അത് പ്രശ്നമില്ല കേട്ടോ, സേഫായിട്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഇവിടെ നല്ല എന്താ പറയുക, ഭയങ്കര കാമായിട്ടുള്ള കുറേ അപ്പന്മാർ, ഭയങ്കര പ്ലസൻ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് അമ്പലമാണ്, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അമ്പലനട എന്നാട്ടാ പറയാം നമ്മുടെ സ്റ്റോപ്പിന്. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ വേഗം പോവാണ്. കോട്ട് ഇട്ടിട്ടില്ല, ഈ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. കാരണം ഏട്ടൻ വാണിംഗ് തന്നിരുന്നതാണ് കോട്ടില്ല ഇറങ്ങണ്ട എന്നുള്ളത്. ധിക്കരിച്ചിറങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പൊക്ലായിൽ കുറേ തട്ടുണ്ടെങ്കിലും ഇത് പച്ചത്തട്ടോ അങ്ങനെ എങ്ങാണ്ടാ പറയാം. അവിടെ അപ്പം കുറേ മീനുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെമ്മീൻ കുറച്ച് മേടിച്ചായിരുന്നു. പിന്നെ അറക്കി ഉണ്ടല്ലോ, അറക്കിയാണോ കുടുതയാണോ തോന്നുന്നുണ്ട്. കുടുതയും നമ്മളൊരു 1.25 കിലോ മേടിച്ചായിരുന്നു. മക്കൾക്ക് പ്രത്യേകിച്ച് അല്ലൂസിനും ഭയങ്കര ഇഷ്ടമാണ് ഫിഷ്. അതുണ്ടെങ്കിൽ അവർ നന്നായി ചോറുണ്ണും. പച്ചക്കറി ആണെങ്കിൽ ചോറുണ്ണില്ല, അവരുടെ അച്ഛനെയും അമ്മനെയും പോലെ. കാശുകൂട്ടൻ അങ്ങനെയല്ല, കാശുകൂട്ടൻ എന്തുണ്ടെങ്കിലും അവൻ കഴിച്ചോളും. അപ്പോൾ അതിന് കുറേ വേറെ മീൻ വന്നു കേട്ടോ, വലിയ ചെമ്മീൻ, പിന്നെ കുട്ടൻകോര, ഞണ്ട് ഇടുന്ന കണ്ടിട്ടാണ് ഞെട്ടിയത്. കാരണം ഭയങ്കര ജീവനുള്ള ഞണ്ടുകളായിരുന്നു. അത് കിടന്ന് പിടയ്ക്കാനായിട്ട് എനിക്ക് കൈ വറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞണ്ട് മേടിച്ചില്ല, കാരണം നമ്മൾ അത്യാവശ്യം നല്ല വിലയ്ക്കാണ് മീൻ മേടിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞണ്ട് എന്തായാലും മേടിച്ചത്, കാരണം നിതീഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ്.
മീൻ വാങ്ങിക്കാൻ പോണ വഴിക്ക് അമ്പലനടക്ക് ഒരു ചായ റൊട്ടിയും കുടിച്ച് പിന്നെ മീൻ വാങ്ങിക്കടുത്ത് പോയി കുറെ തിരക്കാ. ചുരുക്കി പറഞ്ഞാൽ അയച്ചിട്ട പശുവിനെ പോലെ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഇറങ്ങണം നമുക്ക്. ഞാൻ പോയപ്പോഴേ കാശിക്കുട്ടാ എന്തിനത് കൊരങ്ങന്മാര് മൂന്നെണ്ണം കാക്കേ കൂടെ വിടേ കൂട്ടിലകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാനായി. നമ്മുടെ ഡേ 3 ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചേട്ടന്മാരും കുട്ടികളും ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.